ഇത്രയും ഗതികെട്ട ഒരു ലോക നേതാവിനെ നമ്മൾ ആദ്യമായിട്ടോ കാണുന്നത്. വല്ലാത്തൊരു കഷ്ടം. കൂടെയുള്ള ഓരോരുത്തരായിട്ട് ഒഴിഞ്ഞൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുക. അവസാനം തറവാട് കാലിയായിട്ടേ കാരണം ഒരു ഒറ്റയ്ക്ക് ഇരിക്കേണ്ട ഒരു അവസ്ഥയിലോട്ടാണ് ഇപ്പം അമേരിക്കൻ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ വൈറ്റ് ഹൗസിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന റിപ്പോർട്ട്, വൈറ്റ് ഹൗസിലെ സെക്രട്ടറി സ്പോക്ക് പേഴ്സൺ കരൈൻ രാജിവെച്ചു എന്നുള്ളതാണ്. റെസിഗ്നേഷൻ അത് ട്രംപ് തന്നെ കൺഫേം ചെയ്ത ട്വീറ്റുകളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇന്നത്തെ യുദ്ധത്തിൻ്റെ മറ്റ് അപ്ഡേറ്റുകൾ നമുക്ക് പറയാനുള്ളത്, ഞാൻ ഇന്നലെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഇപ്പോൾ പറയുന്നത്. USS എബ്രഹാം ലിങ്കൺ ഒരു മീറ്റിംഗ് നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തിരുന്നു. അതായത് അതിലെ ഏകദേശം 5000-ഓളം വരുന്ന ടോപ്പേഴ്സിൻ്റെ ഫാമിലിയുമായിട്ട് അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറിയും ബാക്കി എല്ലാവരും കൂടി ഒരു മീറ്റിംഗ് നടത്തിയതിൽ രൂക്ഷ വിമർശനവും അടിയും പിടിയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാക്കി ഭാഗമായിട്ട് കുറച്ചുകൂടെ റിപ്പോർട്ടുകൾ പുറത്തോട്ട് വരുന്നുണ്ട്. ഒരുപാട് അമേരിക്കൻ, അതായത് ഈ സൈനികർ ഈ മാനസിക സംഘർഷം മൂത്തിട്ടെ കടലിലോട്ട് എടുത്ത് ചാടിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് പറഞ്ഞത്. കുറേ പേരൊക്കെ സൈന്യം രക്ഷിക്കുന്നുണ്ട്, പക്ഷേ ആളുകൾ ചാടിക്കൊണ്ടിരിക്കുക എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തോട്ട് വരുന്നുണ്ട്. പിന്നെ സ്ട്രേറ്റ് ഓഫ് ഹോർമസ് എൻ്റേത് മാത്രമാണെന്ന് ട്രംപ് വീണ്ടും ഇന്നലെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇറാൻ്റെ IRGCയുടെ സൈഡിൽ നിന്ന് ഭയങ്കര ശക്തമായിട്ടുള്ള ചില വാദങ്ങൾ ഇന്നലെ വന്നിട്ടുണ്ട്. ഒരു ഇൻ്റർവ്യൂവിൽ വന്നിട്ടുള്ള വാദങ്ങളാണ്. അത് കേൾക്കുമ്പോൾ നമുക്കറിയാം ഇറാൻ്റെ സൈനിക കരുത്ത്, അതല്ലെങ്കിൽ മിസൈൽ കരുത്ത് എത്രത്തോളമാണെന്നുള്ളത്. നമ്മൾ ഈ വീഡിയോയിൽ ഇതൊക്കെയാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. നമുക്കതിൽ നേരെ വീഡിയോയുടെ കൂടുതൽ ഭാഗങ്ങളിലോട്ട് പോകാം. ആദ്യം തന്നെ നമുക്കറിയാം കറൈൻ ചീൻ പിയേറ എന്ന് പറഞ്ഞിട്ടുള്ള അമേരിക്കയുടെ വൈറ്റ് ഹൗസിൻ്റെ സ്പോക്ക് പേഴ്സണാണ്, വൈറ്റ് ഹൗസ് സെക്രട്ടറിയാണ്. ആൾ ഇന്നലെ റെസിഗ്നേഷൻ ഇട്ടിട്ടുണ്ട് എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. അത് നമ്മുടെ ട്രംപണ്ണൻ തന്നെ അത് കൺഫേം ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരി പോകുന്നതിനെ പറ്റി ഒരു വലിയ ട്വീറ്റ് തന്നെ, അതായത് എക്സിലെ പോസ്റ്റ് തന്നെ ട്രംപ് ഇന്നലെ കുറിച്ചിട്ടുണ്ട്. ആ പോസ്റ്റ് ഇങ്ങനെയായിരുന്നു: നമ്മുടെ മികച്ച വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി, അതുപോലെ തന്നെ എൻ്റെ ഏറ്റവും വിശ്വസ്തരായിട്ടുള്ള സഹായികളിൽ ഒരാളുമായിട്ടുള്ള കരോളിൻ ലെവിറ്റ് തൻ്റെ കുട്ടികളോടൊപ്പം കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കുന്നതിനായിട്ട് ഈ മാസം സ്ഥാനമൊഴിയുകയാണ്. ഈ തീരുമാനത്തെ ഞാൻ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു. അതായത് തനിക്ക് കുട്ടികളുള്ളതുകൊണ്ട്, ചെറിയൊരു കുട്ടി ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ടൊക്കെ വീട്ടുകാരുമായിട്ട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വൈറ്റ് ഹൗസ് സെക്രട്ടറി എന്നുള്ള ഒരു സ്ഥാനം രാജിവെച്ച് പോവുകയാണ്. ചരിത്രം തിരുത്തി കുറിക്കാനും ഇടക്കാല തെരഞ്ഞെടുപ്പുകളിൽ നിർണായക വിജയം നേടാനും നമ്മുടെ ശ്രമങ്ങളിൽ കാരോളിൻ ഇനി മുതൽ എൻ്റെ പ്രധാന ഉപദേശകരിൽ ഒരാളായി റിപ്പബ്ലിക് പാർട്ടിയിലെ സ്വാധീനമുള്ള ശബ്ദവുമായിരിക്കും. 2018 മുതൽ 2024 വരെ നമ്മുടെ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള പുനർതിരഞ്ഞെടുപ്പ് പ്രചാരണം ഉൾപ്പെടെ നീതിക്കും സ്വാതന്ത്ര്യത്തിനും വേണ്ടി പോരാടുന്നതിൽ കാരോളിൻ വൈറ്റ് ഹൗസിൽ ഒരു യഥാർത്ഥ നേതാവായി മികച്ച സേവനമാണ് കാഴ്ചവെച്ചത്. ഈ പദവിയുടെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറിമാരിൽ ഒരാളായി കരോളിൻ മികച്ച സേവനത്തിന് നന്ദി എന്നും പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. നമ്മളിതിനു മുമ്പും കണ്ടിട്ടുണ്ട്. പല US സൈനിക നേതാക്കളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലും പല ദിവസങ്ങളായിട്ട് ട്രംപ് പുറത്താക്കുന്നുണ്ട്, അല്ലെങ്കിൽ സ്വയം ഒഴിഞ്ഞു പോകുന്ന പല നേതാക്കളെയും നമ്മൾ കണ്ടു. പല അതായത് ഹൈ റാങ്ക് പൊസിഷനിലിരിക്കുന്ന പല ആളുകളും ട്രംപിൻ്റെ കൂടെ ഒത്തുപോകാൻ കഴിയാത്തത് കൊണ്ടും ട്രംപിൻ്റെ യുദ്ധ താല്പര്യങ്ങളോട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തത് കൊണ്ടും ഒരുപാട് പേര് റെസിഗ്നേഷൻ കൊടുത്തു പോകുന്നത് നമ്മൾ കണ്ടു. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പം നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വാർത്തയാണ് കാരോളിൻ ലെവിറ്റിൻ്റെ ഈ ഒരു റെസിഗ്നേഷൻ. അതുമാത്രമല്ല, നമ്മുടെ ട്രംപ് മറ്റ് ഒരു പോസ്റ്റ് ഉടന്നിട്ടിരുന്നു. അതായത് എക്സിൽ വന്ന മറ്റൊരു പോസ്റ്റ്, ഐ തിങ്ക് വി വിൽ കീപ്പ് ഇറ്റ്. അതായത് ഇറാൻ്റെ കയ്യിലാണെന്ന് ഇറാൻ പറയുന്ന സ്ട്രേറ്റ് ഓഫ് ഹോർമസിൻ്റെ കംപ്ലീറ്റ് കൺട്രോൾ എൻ്റെ കയ്യിൽ തന്നെയാണ്. നമ്മളത് ഇനിയും കൺട്രോൾ നമ്മുടെ കയ്യിൽ തന്നെ ആയിരിക്കും. നമ്മളത് മുന്നോട്ട് അതുപോലെ തന്നെ കൊണ്ടുപോകും എന്നും പറഞ്ഞിട്ടുള്ള ഒരു ട്വീറ്റ് അതായത് എക്സിലെ പോസ്റ്റ് എന്നിട്ടിട്ടുണ്ട്. പക്ഷേ അതിലെ രസകരമായിട്ടുള്ള കുറച്ച് വാക്യങ്ങളുണ്ട്, അതൊന്ന് ഞാൻ വായിച്ച് കേൾപ്പിച്ചു തരാം. അതായത് ഹോർമോസ് കടലിടുക്കിന് മേൽ അമേരിക്കയ്ക്ക് പൂർണ്ണ നിയന്ത്രണമുണ്ട്. എന്നിട്ടാണ് ഓരോ ദിവസവും 2-3 കപ്പൽ ഇറാൻ ഇങ്ങനെ വെടിവെച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് നോക്കട്ടെ, അത് ഞങ്ങളുടെ കൈവശം തന്നെ നിലനിൽക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ഞങ്ങളുടെ നാവിക ഉപരോധത്തെ എല്ലാവരും ഉരുക്കുമതിൽ എന്നാണ് വിളിക്കുന്നത്. അതിനെതിരെ ഒന്നും ചെയ്യാൻ ഇറാന് സാധിക്കില്ല. അവർക്ക് നാവികസേനയോ വ്യോമസേനയോ ഇല്ല. അതുകൊണ്ടാണ് കഴിഞ്ഞ ആഴ്ച 2 F-35 കൂടെ ഇറാൻ അടിച്ച് താഴ്ത്തിട്ടത്. അവശേഷിക്കുന്ന സൈനികർക്ക് ശമ്പളം പോലും ലഭിക്കുന്നില്ല. ഇതിനുള്ള മറുപടി ഇറാൻ കൊടുക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞുതരാം വെയിറ്റ്. IRGC തുടരുകയും ചിതറി ഓടുകയും ചെയ്യുന്നു. അവരുടെ നേതൃത്വം അനിശ്ചിതത്തിലാണ്. അവരുടെ പക്കൽ പണമില്ല. ആ രാജ്യം തകർന്നിരിക്കുകയാണ്. വ്യാജ വാർത്തകൾ, ഫേക്ക് ന്യൂസുകൾ, 300% പണം പെരുപ്പവും, ഇൻഫ്ലേഷൻ ഉണ്ട്. നമുക്കറിയാം ഉപരോധങ്ങൾ കാരണം ഇൻഫ്ലേഷൻ ഉണ്ടാവും എന്നുള്ളത് വ്യക്തമാണ്. അത് നമുക്ക് വ്യക്തമായിട്ട് അറിയുന്ന കാര്യമാണ്. അത് കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. ഇറാൻ വാചകമടി മാത്രമേ ഉള്ളൂ.
പ്രവർത്തനമൊന്നുമില്ല, പശ്ചിമേഷ്യയിലെ ഗുണ്ടയായി അവർ ഇനി നടക്കില്ല. കറക്റ്റാണ്, ഗുണ്ട നിങ്ങൾ തന്നെയാണ്. പശ്ചിമേഷ്യയിലെ ലോകത്തിലെ മൊത്തം ഗുണ്ട നിങ്ങൾ തന്നെയാണ്. പിന്നെ അവർ ചിതറി ഓടി ഒളിക്കുന്നു, അവർ ഫേക്ക് ന്യൂസൊക്കെ കൊടുക്കുന്നു, അല്ലെങ്കിൽ അവർ കംപ്ലീറ്റ്ലി തകർന്ന് വഷളായിട്ടിരിക്കുന്നു ഒക്കെ പറയുമ്പോഴും ഇപ്പോഴും കാറ്ററിംഗ് വണ്ടിയിൽ ഇതുപോലെ ബർഗറിൻ്റെ ഉള്ളിൽ ഒളിച്ച് കിടന്നത് ട്രംപാണ്, അതല്ലാണ്ട് ഇറാൻ്റെ IRGC നേതാക്കളല്ല. മരണമെങ്കിൽ മരണമെന്നും പറഞ്ഞിട്ട് IRGCയുടെ നേതാക്കൾ നെഞ്ചും വിരിച്ച് തന്നെ ഇരിക്കുന്നത്. കുറേ പേരെ നിങ്ങൾ കൊലപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ രക്ഷപ്പെടണമെങ്കിൽ ഇതുപോലെ മറ്റ് നിങ്ങളുടെ എയർഫോഴ്സ് ഫണ്ടിൽ പാവപ്പെട്ട കുറേ മാധ്യമ പ്രവർത്തകരെ കയറ്റി നിങ്ങൾ ഇപ്പുറത്തുകൂടെ ട്രക്കിലും അല്ലെങ്കിൽ ലോറിയിലും ബർഗറിൻ്റെ ഉള്ളിലും പാത്രത്തിൻ്റെ ഉള്ളിലൊക്കെ ഒളിച്ച് തന്നെ നിങ്ങൾ കിടക്കണം. ഈ നാട്ടിലെ സംഘികളും ആ നാട്ടിലെ ട്രംപും ഒരുപോലെ എന്ന് പറഞ്ഞതാണ്. യഥാർത്ഥത്തിൽ മൂത്ത് തേച്ച് അളിച്ച് വെച്ചിട്ടുള്ള ചെളിയും ചാണകവും മറ്റുള്ളവർ കാണുന്നുണ്ടെങ്കിലും അതൊക്കെ ചോക്ലേറ്റ് ആണെന്നും പറഞ്ഞ് നക്കി തിന്നുകൊണ്ടിരിക്കുന്ന സംഘിക്കും അതല്ലെങ്കിൽ ട്രംപിനും ഒരേ പേര് തന്നെ നമുക്ക് വിളിക്കാം. നിങ്ങൾ കേട്ടോ പേരെന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്ത് നമുക്ക് നോക്കാം. അപ്പം പിന്നെ അള്ളാഹുവിന് സ്തുതി, അതും കൂടെ കേട്ടോ. പ്രൈസ് ബി ടു അള്ളാഹ്, അങ്ങനെയും കൂടെ ഈ ഒരു ഇതിൽ ഇട്ടിട്ടുണ്ട്. അപ്പം ഇതാണ് ട്രംപിൻ്റെ, ഞാൻ പറഞ്ഞല്ലോ ലോകത്തിൽ ഇത്രയും ഗതികെട്ടൊരു നേതാവ് വേറെ ഉണ്ടാവില്ല എന്ന് പറയാനുള്ള കാരണം ഈ പോസ്റ്റുകളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നിപ്പോകുന്ന കാര്യങ്ങളാണ്. അതവിടെ നോക്കട്ടെ. ഇനി മറ്റ് ചില വാർത്തകൾ, ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ മറ്റ് ചില വാർത്തകൾ പറയാനുണ്ട്. ഇന്നിപ്പം ഇറാൻ്റെ IRGCയുടെ ഒരു ജനറൽ ആയിട്ടുള്ള മുഹമ്മദ് റസ നഖ്ബി ഒരു ഇൻ്റർവ്യൂ ആണ് കൊടുത്തിരുന്നത്. ആ ഇൻ്റർവ്യൂവിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നത്, അതിൽ 1-2 കാര്യങ്ങൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇൻ്റർവ്യൂവിൽ പുള്ളി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, യുദ്ധം ഇതുപോലെ നീണ്ടു നിൽക്കുകയാണെങ്കിൽ, യുദ്ധം ഇതുപോലെ തന്നെ നീണ്ടു മുന്നോട്ട് പോകുകയാണെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. കാരണം ഞങ്ങൾ ഇത്രയും വലിയൊരു യുദ്ധം ഇതുവരെ ചെയ്തിട്ടില്ല. അമേരിക്ക പോലത്തെ ഒരു വലിയ രാജ്യത്തിനുണ്ട് ഇത്രയും വലിയൊരു യുദ്ധം, ഇത്രയും കാലം ഇത്രയും നീണ്ടു നിൽക്കുന്ന യുദ്ധം ഞങ്ങൾ ചെയ്തിട്ടില്ല. അപ്പോൾ ഈ യുദ്ധം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ തന്നെ ഞങ്ങൾ ഓരോ ദിവസവും ഞങ്ങൾ കൂടുതൽ ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുക. അമേരിക്കയുടെ സാധനങ്ങളൊക്കെ തീർന്നുകൊണ്ടിരിക്കുകയാണ്, ഗൾഫിന് അടി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾക്കും അടി കിട്ടുന്നു, ഞങ്ങളുടെ നേതാക്കളും ഇരിക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങളുടെ സെക്കൻഡ് റൗണ്ട് ഓഫ് ആളുകൾ അതിലോട്ട് വരുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ കൂടുതൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾക്ക് കൂടുതൽ അനുഭവം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്കക്കെതിരെ എങ്ങനെ പോരാടണമെന്ന് പഠിക്കാനുള്ള യഥാർത്ഥ അനുഭവ സമ്പത്ത് ഇപ്പോൾ ഞങ്ങൾക്ക് പൂർണ്ണമായിട്ട് കൈവരിച്ചിട്ടുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ 5 മാസങ്ങൾ കൊണ്ട് ഇതങ്ങനെയാണ്, എങ്ങനെ ചെയ്യണമെന്ന് ഞങ്ങൾ പഠിച്ചു കഴിഞ്ഞു. കൂടാതെ ഞങ്ങൾ കരുത്തിനേക്കാൾ ദുർബലമായിട്ടുള്ള അമേരിക്കൻ സൈന്യത്തെ ഞങ്ങൾ മനസ്സിലാക്കി. അതായത് ഞങ്ങളുടെ കരുത്തിനേക്കാൾ ദുർബലരാണ് അമേരിക്കൻ സൈന്യം എന്ന് ഞങ്ങൾ മനസ്സിലാക്കി എന്നാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. പിന്നെ പുള്ളിയിൽ കുറച്ച് കാര്യങ്ങൾ കൂട്ടിച്ചേർക്കുന്നുണ്ട്. അതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. നമ്മളെപ്പോഴും ആലോചിക്കാറുണ്ട് അല്ലേ, ഇറാൻ്റെ ഈ മിസൈലുകൾ എന്താണ് തീരാത്തത് എന്നുള്ളത്. പുള്ളി അതിന് പറഞ്ഞിട്ടുള്ള ഒരു വേർഡ് നിങ്ങൾ കേൾക്കേണ്ടതുണ്ട്. ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യാതെ നിങ്ങളൊന്ന് കേൾക്കത്. As for our missiles, the Americans and the Zionists always want to counter missiles. First of all, the number of missiles we manufacture every day is more than the number we launch. In a country this vast, we can make them wherever we want. Where are you making them? Is it deep underground? We do it in different ways. We have various ways to manufacture them securely. Rest assured, even if this war lasts for years, until the last day, Iran's rockets will be launched. ഇതിൽ പുള്ളി പറഞ്ഞ എന്താണെന്നറിയോ, അതായത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല. ഞങ്ങൾ ഒരു ദിവസം ഉണ്ടാക്കുന്ന മിസൈലുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ലോഞ്ച് ചെയ്യുന്ന മിസൈലിനേക്കാൾ കൂടുതലാണ്. അതായത് ഞങ്ങൾ ഇന്നൊരു 100 മിസൈൽ അല്ലെങ്കിൽ ഒരു 50 ഡ്രോണും ഒരു 100 മിസൈലും ഞങ്ങൾ ഇന്ന് വിടുന്നുണ്ടെങ്കിൽ, അതായത് ഞങ്ങൾ 150 അപ്പുറത്ത് ഉണ്ടാക്കി വെക്കുന്നുണ്ട്. ഞങ്ങൾ അത്രയും ഫാസ്റ്റാണ്. നിങ്ങൾ ഈ യുദ്ധം അങ്ങ് ലോകാവസാനം വരെ നിങ്ങൾ കൊണ്ടുപോവുകയാണെങ്കിലും ഞങ്ങൾ അന്ന് വരെ ഞങ്ങൾ മിസൈലും ഡ്രോണും വിട്ടുകൊണ്ടിരിക്കും. അതാണ് ഞങ്ങളുടെ സിസ്റ്റം. ഇത്രയും 5 മാസങ്ങളായിട്ട് വേറെ ഒരു അറ്റാക്കും ഇല്ലാത്ത രീതിയിൽ ഞങ്ങൾ ഈ മിസൈൽ അറ്റാക്കുകൾ ഇത്രയും സ്പീഡിൽ ഓരോ ദിവസവും ഇത്രയും സ്ഥലത്തോട്ട്, ഒരു സ്പോട്ടിലോട്ടല്ല 8 മുതൽ 10 സ്പോട്ടിലോട്ട് ഞങ്ങൾ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. ഞങ്ങൾ 2 ഉണ്ടാക്കുമ്പോൾ 2 വിടുമ്പോൾ 10 ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കി വെക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ റിപ്പോർട്ടർ ചോദിക്കുന്നത് അത് എവിടെയാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത്, അത് പറയുന്നില്ല. അത് ഞങ്ങൾക്ക് അതിനുള്ള സംവിധാനങ്ങളുണ്ട്. അത് ഒരു അമേരിക്കയ്ക്കും ഒരു ഇസ്രായേലിനും തൊടാൻ ഇതുവരെ പറ്റിയിട്ടില്ല. അതായത് 10 മിസൈൽ ഞങ്ങൾ വിട്ട് കഴിഞ്ഞാൽ 20 ഞങ്ങൾ ഇപ്പുറത്ത് അതേ ദിവസം ഉണ്ടാക്കി കഴിയും. അതുകൊണ്ട് ലോകാവസാനം വരെ ഈ യുദ്ധം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ മിസൈലുകൾ തീരാൻ പോകുന്നില്ല എന്നുള്ളൊരു സ്ട്രോങ് സ്റ്റേറ്റ്മെൻറ്റാണ് ഇറാൻ്റെ ഈ ഒരു ജനറൽ ഇന്ന് കൊടുത്തിട്ടുള്ളത്. ഇനി അതിൻ്റെ കൂടെ തന്നെ മറ്റൊന്നുകൂടെ കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഈ യുദ്ധം വർഷങ്ങളോളം നീണ്ടു നിന്നാൽ പോലും അവസാന ദിവസം വരെ ഇറാൻ്റെ റോക്കറ്റുകൾ നിങ്ങൾ തീർത്തു എന്ന് പറയുന്ന ആ ഒരു അവസാന ദിവസം എന്ന് പറഞ്ഞാൽ അത് അമേരിക്കയുടെ അവസാനമാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അയാൾ അതെങ്ങനെയാണ് നിങ്ങളുടെ മിസൈൽ തീരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ അമേരിക്കയുടെ അവസാനമാകും എന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞിട്ടുള്ളത്, ഇറാൻ്റെ പക്കൽ മിസൈലുകളൊന്നുമില്ലാത്ത ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ അത് അമേരിക്കയ്ക്ക് ഏറ്റവും അപകടകരമായിട്ടുള്ളൊരു ദിവസമായിരിക്കും. കാരണം ലോകമെമ്പാടുമുള്ള അമേരിക്കയ്ക്ക് ആയിരക്കണക്കിന് സാമ്പത്തിക താല്പര്യങ്ങളുണ്ട്. അതായത് സ്വത്തുക്കളും നിക്ഷേപങ്ങളും ലോകം മൊത്തം അമേരിക്കയുണ്ട്. അവയെല്ലാം ഞങ്ങൾ ആ ദിവസം തകർത്തിരിക്കുന്നവരാണ്. ആ ഒരു ദിവസം മിസൈൽ തീരുന്ന ദിവസം എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ സകല സ്വത്തുക്കൾ ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള ഞങ്ങൾ തകർത്തിരിക്കുന്ന ദിവസമായിരിക്കും.
അപ്പം ഇറാൻ്റെ കയ്യിൽ എത്രത്തോളം ദൂരപരിധിയുള്ള മിസൈൽ ഉണ്ടെന്ന് ഇപ്പോഴും നമുക്കറിയില്ല. 4000 കിലോമീറ്റർ മാക്സിമം ആണെന്നാണ് ഇപ്പം നമ്മൾ കണ്ടിട്ടുള്ളത്. കാരണം അവർ അന്ന് UK ഒരു ബേസിലോട്ട് 4500 കിലോമീറ്റർ ദൂരമുള്ള ഒരു ബേസിലോട്ട് ഒരു മിസൈൽ വിട്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലും സർപ്രൈസ്ഡ് ആയിരുന്നു. എല്ലാവരും വിചാരിച്ച് 2000 ആണ്, 4500 വരെ പോയിട്ടുണ്ട്. അപ്പോൾ ഇനി അങ്ങനെ ഒരു ദിവസം ഇറാൻ തീരുക എന്നുള്ള ദിവസം ഉണ്ടെങ്കിൽ അന്ന് അമേരിക്കയുടെ സകല സ്വത്തുക്കൾ ലോകത്ത് നിന്ന് ഇല്ലാണ്ടാവുന്ന രീതിയിൽ ഇറാൻ തീർത്തിരിക്കും. അതായിരിക്കും ഇറാൻ്റെ അവസാനം എന്നാണ് ഈ ഒരു ഇൻ്റർവ്യൂയുടെ അവസാനം പുള്ളി പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് ഇറാൻ്റെ സ്ട്രോങ് ആ ഒരു പേഴ്സണാലിറ്റി, അല്ലെങ്കിൽ അവരുടെ ആ ഒരു അവർ അത്രയും വെൽ പ്ലാൻഡ് ആണ്. അമേരിക്കക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. നിങ്ങൾ ഇറാനിലെ ഓരോരുത്തരെ നിങ്ങൾ കൊന്നു തീർത്തോ, അവസാനത്തെ പുല്ല് വരെ എടുത്തൊരു മിസൈൽ നിങ്ങൾക്കെതിരെ വിടുമെന്നുള്ള രീതിയിലാണ് ഇറാൻ കാര്യങ്ങൾ മുന്നോട്ട് നീക്കിക്കൊണ്ടിരിക്കുന്നത്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി ഈ ഒരു ഇൻ്റർവ്യൂ ഞാൻ കേട്ട സമയത്ത്. ഇന്നലെ ആണ് ഈ ഇൻ്റർവ്യൂ വന്നത്. ഞാൻ ഇന്ന് രാവിലെ ട്രാൻസ്ലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് വിട്ടു തന്നതെന്ന് മാത്രം. ഇനി മറ്റ് ചില വാർത്തകൾ പറയാനാണെങ്കിൽ, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ അമേരിക്കയുടെ USS എബ്രഹാം ലിങ്കൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ചോറില്ല, ഫുഡില്ല, കക്കൂസില്ല, വെള്ളമില്ല. ആളുകൾ മാനസികമായിട്ട് വല്ലാത്ത ഒരു അവസ്ഥയിലാണ് മുന്നോട്ട് പോകുന്നതെന്ന് പറഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ട് ഇന്നിപ്പോൾ ദ ഗാർഡിയനിലും മറ്റ് പല ന്യൂസുകളിലും വന്നിട്ടുണ്ട്. അതായത് അതിലെ ചില മറൈൻസ് ഈ വട്ട് പിടിച്ചിട്ടേ ഒരു കൊല്ലത്തോളമൊക്കെ ഇങ്ങനെ കടലിൽ ഇങ്ങനെ നിൽക്കുകയാണ്. എപ്പോഴും യുദ്ധം ചെയ്യണം, അടിക്കണം, പിടിക്കണം, ആളെ കൊല്ലണം എന്നുള്ള ചിന്തയിൽ ഇങ്ങനെ നിന്ന് അവസാനം നിൽക്കാൻ കഴിയാണ്ട് കടലിലോട്ട് എടുത്ത് ചാടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കൂടാതെ ഈ കഴിഞ്ഞ ദിവസം ഈ ഒരു മീറ്റിംഗ് കഴിഞ്ഞ സമയത്താണ് ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തോട്ട് വരുന്നത്. അപ്പോൾ ഈ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെയാണ്. USS എബ്രഹാം ലിങ്കൻ വിമാനവാഹിനി കപ്പലിൻ്റെ സേവനം നീട്ടിയിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ കപ്പലിൽ നിന്നും ചാടി ജീവൻ എടുക്കാൻ ഒന്നിലധികം നാവികർ ശ്രമിച്ചുകൊണ്ടിരിക്കുക എന്നാണ് പറഞ്ഞത്. അതിലാരെങ്കിലും മരണപ്പെട്ടോ എന്നുള്ള വാർത്തകൾ പുറത്ത് വന്നിട്ടില്ല. കപ്പലിൽ ഏകദേശം 5000-ഓളം വരുന്ന നാവിക മെറൈനുകളുണ്ട്. അതായത് നവംബർ 21 മുതൽ 8 മാസത്തിലേറെയായിട്ട് ഇവർ സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തുടർച്ചയായിട്ടുള്ള ജോലി ഭാരണം കാരണം മറ്റ് പല മാനസിക ബുദ്ധിമുട്ടുകൾ കാരണമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. പുറത്തേക്ക് ചാടാൻ ഒരുങ്ങുന്ന സഹപ്രവർത്തകരെ മറ്റ് കൂടുതൽ ആളുകൾ പിടിച്ച് ഇങ്ങോട്ടിടുന്ന അവസ്ഥയാണ് ഇപ്പം അവിടെ. അതായത് ഇവർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആരെങ്കിലും ഈ മാനസിക പരിഭ്രാന്തി കാരണം കടലെടുത്ത് ചാടാൻ നോക്കുന്നുണ്ട്, അങ്ങനെയുള്ള ആൾക്കാരെ പിടിച്ച് തിരിച്ചിങ്ങോട്ട് ഇടേണ്ടി വരുന്ന ഒരു വല്ലാത്ത അവസ്ഥയിലാണ് ഇപ്പം USS എബ്രഹാം ലിങ്കൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അകത്ത് പരസ്പരം ഫൈറ്റുകൾ ഉണ്ടാകുന്നുണ്ട്. അതിൽ 6 പേര് മരിച്ചു എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ആകെ മൊത്തം ടോട്ടൽ ഞാൻ പറഞ്ഞ പോലെ എന്താ പറയുക, വട്ടുപിടിച്ചിട്ടുള്ള ട്രംപിൻ്റെ സേനാ നേതാക്കളും അക്കൂട്ടത്തിലാണ് ഈ പറഞ്ഞ ഇസ്രായേലും ബാക്കി ഗൾഫ് രാജ്യങ്ങളും ഒക്കെ ഇപ്പം നിൽക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നലത്തെ യുദ്ധത്തിലെ അല്ലെങ്കിൽ ഈ വാർ ന്യൂസിൻ്റെ കാര്യങ്ങളായിട്ട് സംസാരിക്കാനുള്ളത്. ഞാൻ ഈ രാത്രി ജസ്റ്റ് ഈ വീഡിയോ എടുത്ത് രാവിലെ ഷെഡ്യൂൾ ചെയ്ത് വീഡിയോ വിടുന്നതാണ്. ഇനി അതിൻ്റെ ഇടയിൽ വേറെ വല്ലതൊക്കെ അപ്ഡേറ്റ്സ് ഉണ്ടോ എന്നറിയില്ല. ഉണ്ടെങ്കിൽ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, ഇങ്ങനത്തെ കാര്യങ്ങൾ അറിയാൻ ഇഷ്ടമാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ കമൻറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ചെയ്യുക. ലൈക്കും ഷെയറും ഒക്കെ മാക്സിമം ചെയ്യുക. ഈ വീഡിയോ മറ്റുള്ള ആൾക്കാരുടെ തൊട്ട് എത്താൻ എന്താണ് യഥാർത്ഥത്തിൽ അവിടെ നടക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.